എൻ്റെ പേര് നെഹ്മത്ത്. എനിക്ക് കഴിഞ്ഞ വാട്ടർ അതോറിറ്റിയുടെ ലാബ് അസിസ്റ്റൻ്റ് എക്സാമിൽ 13ാമത്തെ റാങ്ക് ഉണ്ടായിരുന്നു. മാസ്റ്റർ കീയിൽ പഠിച്ചിട്ടാണ് എനിക്ക് ആ റാങ്ക് ലഭിച്ചത്. എന്നെപ്പോലെ ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കുന്ന നിങ്ങളെല്ലാവരും മാസ്റ്റർ കീയിൽ ജോയിൻ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് പാലക്കാടാണുള്ളത്. പാലക്കാട് മണ്ണാർക്കാട് ആണ് നിലവിലുള്ളത്. നമ്മുടെ നിഹമത്തിന്റെ വീട്ടിലാണ്. ഇപ്പം നിഹമത്ത് നമ്മുടെ കേരള വാട്ടർ അതോറിറ്റി ലാബ് അസിസ്റ്റന്റ് പരീക്ഷയിൽ 13ാമത്തെ റാങ്ക് നേടി. ഇപ്പോൾ നിലവിൽ അഡ്വൈസ് വന്നിട്ടുണ്ട്, ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ നിഹമത്തിനെ കാണാനും നിഹമത്തിന്റെ വിശേഷങ്ങൾ അറിയാനും ഒക്കെയാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നിഹമത്തിനെ പരിചയപ്പെടാം. ജോലിയിൽ പ്രവേശിച്ചു. എങ്ങനെയുണ്ട് ജോലി? സുഖമായിട്ടാണ് പോന്നെ? ഹാപ്പിയാണ്. ഓക്കെ, വാട്ടർ അതോറിറ്റി ലാബ് അസിസ്റ്റന്റ് പരീക്ഷയിൽ 13ാമത്തെ റാങ്കായിരുന്നു. അപ്പോ തുടക്കത്തിൽ നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ചൂസ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ മാസ്റ്റർ കീ അക്കാഡമിയിലേക്ക് എങ്ങനെയാണ് നിയമത്തെ എത്തിപ്പെട്ടത്? യൂട്യൂബിൽ ഇങ്ങനെ ആഡ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ അതിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തു. അതിൽ ഡയറി ഫാമിന് പഠിച്ച കുറേ കുട്ടികൾക്ക് റാങ്കിന്റെ ലിസ്റ്റിൽ കണ്ടു. അപ്പോൾ അവരോടൊക്കെ എൻക്വയറി നടത്തി എങ്ങനെയുണ്ട് ക്ലാസ് എന്നൊക്കെ. അപ്പോൾ അവർ നല്ല സജഷനാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ അത് അവരുടെ സജഷൻ പ്രകാരമാണ്, അവരുടെ സജഷൻ കണ്ടു. പിന്നെ യൂട്യൂബിൽ വീഡിയോയുടെ അടിയിലൊക്കെ കമന്റ്സ് ഒക്കെ വായിച്ചു നോക്കിയപ്പോൾ നല്ല കണ്ടു. അങ്ങനെയാണ് ചൂസ് ചെയ്തത്. അതെ. അപ്പോൾ എങ്ങനെയാണ് പഠനം തുടങ്ങിയപ്പം മാസ്റ്റർ കീ അക്കാഡമിയുടെ ആ ഒരു സ്റ്റഡി പ്ലാൻ ഒക്കെ അനുസരിച്ചാണോ, അതോ സ്വന്തമായിട്ട് എന്തെങ്കിലും പ്രിപ്പറേഷൻ? അല്ല, മാസ്റ്റർ കീയുടെ വീക്ക്ലി സ്റ്റഡി പ്ലാൻ തന്നെയായിരുന്നു. വീക്ക്ലി നമ്മുടെ കഴിയുകയാണെങ്കിൽ അവർ അടുത്ത ആഴ്ചക്ക് തരുന്നതും കൂടി നമ്മൾ മുമ്പിലെടുക്കും. വീക്ക്ലി സ്റ്റഡി പ്ലാൻ മാത്രം അത് ഫോളോ ചെയ്തിട്ട് ബാക്കി പിന്നെ നമുക്ക് എക്സാമിന്റെ ഡേറ്റ് വന്നപ്പോൾ നമ്മൾ ഡെയിലി സ്റ്റഡി പ്ലാൻ ആ രീതിയിൽ തന്നെ പഠിച്ചു. അതെ. ഓക്കെ, അപ്പോ നമുക്ക് എത്രമാത്രം ഉപകാരപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ആ ഒരു മെറ്റീരിയൽസ്, വീഡിയോ ക്ലാസ്സുകൾ, മെന്റർഷിപ്പ്? നന്നായിട്ട് ഉപകാരപ്പെട്ടിട്ടുണ്ട്. ആ ഒരു അതെ, നന്നായിട്ട് ഉപകാരപ്പെട്ടിട്ടുണ്ട്. പരീക്ഷയ്ക്ക് നന്നായിട്ട് മാക്സിമം നമുക്കിപ്പോ ഓരോ ടോപ്പിക്ക് നമ്മൾ പഠിക്കുമ്പോൾ അതിന്റെ മാക്സിമം അതിന്റെ ചോദ്യങ്ങളൂടെ ചെയ്താൽ അതെ. അപ്പൊ അത് എത്രമാത്രം പ്രയോജനപ്പെട്ടു? എക്സാംസിൽ നമ്മളെ ടോപ്പിക്സ് കഴിയുമ്പോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അതൊന്നും കൂടി കേട്ടിട്ട് വീണ്ടും അറ്റൻഡ് ചെയ്യും. ഫസ്റ്റ് നമുക്ക് ഫുൾ ഔട്ട് കിട്ടണ വരെ നമ്മളത് വീണ്ടും ചെയ്തിട്ടുണ്ട്. ഒത്തിരി ക്വസ്റ്റ്യൻസ് എനിക്ക് അതിന് കിട്ടിയിട്ടുണ്ട്. അത് ആ സെയിം ചോദ്യങ്ങളൊക്കെ, അതായത് നമ്മുടെ മോക്ക് എക്സാംസിലും മോഡൽ എക്സാംസിലും ഒക്കെ വന്ന ചോദ്യങ്ങൾ സെയിം ആയിട്ട് നമ്മുടെ പരീക്ഷയ്ക്ക് റിപ്പീറ്റ് ചെയ്ത് ഉണ്ട്. MLT-യുടെ ഭാഗത്തുനിന്ന് മാം തലേന്ന് ഈ ഭാഗങ്ങൾ നിങ്ങൾ നോക്കിയിട്ട് പോണേ പറഞ്ഞ ഒത്തിരി ചോദ്യം. അതെ, അത് പറഞ്ഞ മിക്കവാറും ചോദ്യം മാം പറഞ്ഞ ഒരുവിധം എല്ലാം വന്നിട്ടുണ്ട്. അതേപടി വന്നിട്ടുണ്ട്. അത് കേൾക്കാത്തവർക്ക് ഒരുപാട് നെഗറ്റീവ് ഉണ്ടായതായിട്ടും ഗ്രൂപ്പിൽ നമ്മൾ ചർച്ചയിൽ കണ്ടിട്ടുണ്ട്. അതെ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇപ്പം നമ്മുടെ പരീക്ഷ, ഇപ്പം സബ്ജക്ട് ഓറിയന്റഡ് പരീക്ഷ, ഇനിയിപ്പം ഡയറി ഫാം ഇൻസ്ട്രക്ടറിന്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോവാം. അപ്പം അങ്ങനെ ഇനിയിപ്പം പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലേക്ക് JSA വിളിക്കുന്നു, അസിസ്റ്റന്റ് സയന്റിസ്റ്റ്, ഇങ്ങനെ സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ടുള്ള പരീക്ഷകളുടെ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അത് നോക്കിയിട്ട് ഒത്തിരി ഉദ്യോഗാർത്ഥികളുണ്ട്. അപ്പോൾ ഈ സബ്ജക്ട് ഓറിയന്റഡ് പരീക്ഷകൾ പഠിക്കുമ്പോൾ അപ്പം അവർക്ക് കൊടുക്കാവുന്ന ഒരു ഉപദേശം അല്ലെങ്കിൽ ഒരു മെസ്സേജ് എന്തായിരിക്കും? മെസ്സേജ് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവർ നോട്ട് മാത്രം വായിക്കും, പക്ഷെ ക്ലാസ് ജസ്റ്റ് ഒരു 2 times എങ്കിലും കേൾക്കണം എന്നാണ്. മാം വെറുതെ പറഞ്ഞു പോയ ചിലപ്പോൾ ഇത് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ സെയിം ചോദ്യം ഇത് നെഗറ്റീവ് അടിച്ച പിള്ളേരുണ്ട്. അത് ക്ലാസ് കേൾക്കാതെ നോട്ട് മാത്രം വായിക്കണോണ്ടാണ്. ചിലപ്പോൾ ടോപ്പിക്സ് പറയുമ്പോൾ മാം ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു കാണും, പക്ഷെ നോട്ടിൽ നമ്മളത് കേൾക്കുന്നില്ലല്ലോ. ക്ലാസ് ഒരു 2 time എങ്കിലും മിനിമം ഒരു 2x ഇട്ടെങ്കിലും കേൾക്കണം, ജസ്റ്റ് ഒന്ന് കേട്ടു പോകണം. അപ്പൊ കേട്ട് പോയിട്ട് വേണം അതിന്റെ എക്സാമും കാര്യങ്ങളൊക്കെ ചെയ്യാൻ. നോട്ട് വായിച്ചാൽ നമുക്ക് എല്ലാ പോയിന്റ്സും കിട്ടും, പക്ഷെ അതിന്റെ ഇടയിൽ ക്ലാസ് എടുക്കുന്നവർ വേണം എക്സ്ട്രാ പോയിന്റ്സ് നമുക്ക് അതിന് കിട്ടില്ല. അതുപോലെ തന്നെ നമുക്ക് ഈ നമ്മൾ സക്സസ് ആയ ആളുകളുടെ വിജയ രഹസ്യം തിരക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ എത്ര സമയം പഠിച്ചു, എങ്ങനെ പഠിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ബാക്കി നമ്മുടെ ഇനി വരാൻ പോകുന്ന കുട്ടികൾക്ക് അറിയാനുള്ളതും അവർക്ക് ഫോളോ ചെയ്യേണ്ടതും. അപ്പം എങ്ങനെയായിരുന്നു ഈ പഠനം? എങ്ങനെയായിരുന്നു? എത്ര സമയം പഠിക്കുമായിരുന്നു? അപ്പം എങ്ങനെയാണ് അത് പഠിച്ചു വന്നത്? എങ്ങനെയാണ് അതിനെ കുറിച്ചൊന്ന് പറയാം. രാത്രി കുട്ടിക്ക് അന്ന് 1.5 വയസ്സുള്ളൂ. അപ്പോൾ അവൾ ഉറങ്ങിയിട്ടാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നിരുന്നത്. രാവിലെ അത്യാവശ്യം നല്ല ടൈം എടുത്ത് പഠിച്ചിട്ടുണ്ട്. 10 മണി മുതൽ ഒരു 2 മണി വരെയൊക്കെ. കാരണം രാവിലേക്ക് പഠിക്കാൻ ടൈം കിട്ടില്ല, ഇരുന്നിട്ടുണ്ട്. കാരണം രാവിലേക്ക് കുട്ടീനെ വെച്ചിട്ട് ക്ലാസ് ജസ്റ്റ് കേൾക്കുക എന്നല്ലാണ്ട് അത് നോട്ടൊന്നും പ്രിപ്പയർ ചെയ്യാൻ കിട്ടാറില്ല.
അപ്പൊ നൈറ്റ് ഇരുന്ന് പഠിച്ച് നോട്ടൊക്കെ എഴുതും. രാവിലെ ക്ലാസ്സിൽ കേൾക്കും. അതായത് നമ്മളതായിട്ടുള്ള നോട്ടുകൾ തയ്യാറാണ്. അതെ, ഷോർട്ട് നോട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് റിവിഷൻ അതെ, നമുക്ക് തലേന്ന് നമുക്ക് ഈ ടോപ്പിക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് നോക്കാൻ എടുക്കാൻ. നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ നോട്ട് തയ്യാറാക്കി റിവിഷൻസിന് അത് നമ്മൾ പിന്നെ റിവിഷൻ സമയത്ത് നമുക്ക് ലൈവ് എക്സാമിൽ ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ നമ്മൾ അവിടെ എഴുതാത്ത വല്ല പോയിന്റും പുതിയ ടീച്ചേഴ്സ് ലൈവ് എടുക്കുമ്പോൾ പറയും. അപ്പൊ നമുക്ക് അതിന്റെ സൈഡിൽ എഴുതി വെക്കാനൊക്കെ അത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു കുടുംബത്തിന്റെ ഒരു സപ്പോർട്ട് നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ? കുടുംബം നല്ല സപ്പോർട്ടായിരുന്നു. എന്റെ കുട്ടിക്ക് ഞാൻ പറയില്ല 1.5 വയസ്സായിട്ടുണ്ടെന്നുള്ള അവരൊക്കെ നോക്കി നമുക്ക് എടുക്കാതിരിക്കാൻ പറ്റുന്നത്. അതെ അതെ അതെ. അപ്പൊ ഇനി ഇതിൽ ഒതുങ്ങി പോവാണോ അതോ ഇനി വലിയ പരീക്ഷകളൊക്കെ നോക്കും? അല്ല, ഡയറി ഫാം എഴുതുന്നുണ്ട്. ഞാൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഉണ്ട് മാസ്റ്റർ കീഡന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതിങ്ങനെ വീക്കിലി സ്റ്റഡി പ്ലാൻ അനുസരിച്ച് പോണു. ഇനി വലിയ തസ്തികകളിലേക്ക് നോക്കി പോവാണ്. അതെ അതെ. ഇവിടെ ഒതുങ്ങാൻ തീരുമാനിച്ചിട്ടില്ല. ഇല്ല. അപ്പൊ നമ്മൾ ഈ സബ്ജക്ട് ഓറിയന്റഡ് പരീക്ഷകൾ ഫോക്കസ് ചെയ്യുമ്പോൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് റിസൾട്ടിൽ എത്താൻ പറ്റും എന്ന് പറയുന്നു. അതേസമയം നമുക്ക് ലക്ഷക്കണക്കിന് ആളുകളാണ് LGS, LDC പോലുള്ള പരീക്ഷയ്ക്കൊക്കെ അപ്ലൈ ചെയ്തിട്ട് പഠിക്കുന്നത്. പക്ഷെ അതിന്റെ ആളുകളുടെ റിസൾട്ടും വളരെ കുറവാണ്. ആളുകൾ നിയമനം നടക്കുന്നതും ആ രീതിയിലെ നിയമനങ്ങളും നടക്കുന്നതും. അപ്പം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന പരീക്ഷകളായിട്ട് സബ്ജക്ട് ഓറിയന്റഡ് പരീക്ഷകൾ മാറിയിട്ടുണ്ടോ? അപ്പൊ അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? പറ്റും. അത് ഇല്ലെങ്കിൽ നമ്മൾ മറ്റേത് കാണുമ്പോൾ പരന്ന് കിടക്കുന്ന ഒരു സിലബസ് പോലെയാണ്. നമുക്ക് എവിടെ തുടങ്ങണം എന്നറിയില്ല. ഇത് കറക്റ്റ് നമുക്കറിയില്ല. അത് ഡേ ടു ഡേ അപ്ഡേറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇതറിയുമ്പോൾ ഒരു ടോപ്പിക് പറഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് അതെ കാര്യം പഠിച്ചാൽ മതി. അത് മാത്രമല്ല സിലബസും ചെറിയ സിലബസ് ആണ്. അതെ, ആ സിലബസിനകത്തുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് പഠിച്ചാൽ മതി. എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഡയറി ഫാം ഇൻസ്ട്രക്ടർ പോലുള്ള ഇനിയുള്ള വലിയ പരീക്ഷകൾക്കൊക്കെ ഉന്നത വിജയം നേടട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ.